സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ 21 ഡേയ്സ് ഓഫ് ചാലഞ്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് റിസൾട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കിന്ന് അതിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. കുറച്ച് ഡൗട്ട്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ സംസാരിക്കണേന്റെ ഒപ്പം തന്നെ അതും ക്ലിയർ ചെയ്ത് പോവാന്നുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തിനാണ് 21 ഡേയ്സ് ഓഫ് ചാലഞ്ച്, അങ്ങനെ അത് എന്തിനാണ് അങ്ങനെ ചെയ്യണേ എന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിന് കറക്റ്റ് ആയിട്ട് പറയണത് എന്താ വെച്ചാൽ 75 ഡേയ്സ് ഓഫ് ചാലഞ്ച് ചെയ്യണമെന്നാ പറയണത്. നമ്മുടെ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 3 മാസം റെഗുലർ ആയിട്ട് ജിമ്മിൽ പോവാണെങ്കിൽ പിന്നെ നമ്മൾ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് വളരെ കുറവാന്നാ പറയണത്. അങ്ങനെ ആള് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം കേട്ടത് അങ്ങനെ പൃഥ്വിരാജ് ഇന്റർവ്യൂലാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 4 വർഷം മുമ്പ്, കോവിഡിന് മുന്നേ, ഇപ്പൊ ഏകദേശം 5 വർഷം ഉണ്ടാവും തോന്നുന്നുണ്ട്, ആ സമയത്ത് വർക്ക്ഔട്ടിന് പോയപ്പോൾ അതാണ് ഞാനൊരു മോട്ടിവേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയും സഹിച്ചു പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഹാബിറ്റ് ആവും എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ അടുത്താണ് ഞാനിപ്പോ ഈ 75 ഡേയ്സ് ഓഫ് ചാലഞ്ച്, 21 ഡേയ്സ് ഓഫ് ചാലഞ്ച് ഉണ്ടെന്നൊക്കെ അറിയണത്. ഇങ്ങനത്തെ കാര്യത്തില് അത് ഞാൻ അറിയുന്നത് എന്റെ ട്രെയിനർ പറഞ്ഞിട്ടാണ്. അപ്പോ 75 ഡേയ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 21 ഡേയ്സ് ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ ഓരോരുത്തർക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത്, റെഗുലർ ആക്കി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാമെന്നുള്ളതാണ് ചാലഞ്ചായിട്ട്. ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും നേരത്തെ എണീറ്റ് ഒരു 4 മണിക്ക് എണീറ്റിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് പഠിക്കണം. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമ്മളൊരു 75 ഡേയ്സ് അല്ലെങ്കിൽ പോട്ടെ 21 ഡേയ്സ് റെഗുലർ ആയിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ തന്നെ പുഷ് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയണത്. അതൊരു ചാലഞ്ചായിട്ട് ഒരുപാട് പേര് ഇന്റർനെറ്റിൽ ഓരോ തരം ചാലഞ്ചുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാലഞ്ച് കഴിഞ്ഞ് ഞെട്ടിപ്പോയി അത് കണ്ടിട്ട്. 21 ഡേയ്സ് ഓഫ് നോ ഷവർ ചാലഞ്ച്. അതിട്ട് 21 ദിവസം കുളിക്കൂല, കൈയൊഴുകൂല, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വരെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസം റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ജിമ്മിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ദിവസം ഹോം വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം. എനിക്കിപ്പോ വെയിറ്റ് ലോസ് അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മള് വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം, അതുപോലെ തന്നെ നമുക്ക് വണ്ണം വെക്കുക എന്നൊരു ഉദ്ദേശമല്ലല്ലോ, ഹെൽത്തി ആയിട്ട് ഉള്ള രീതിയിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലായിട്ടുള്ള ഫുഡും കാര്യങ്ങളും നോക്കണം. അപ്പൊ അതായിരുന്നു നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഞാൻ കോമന്റ്സിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾക്കിപ്പോ ഇതിന്റെ ആവശ്യം വല്ലതുണ്ടോ? വണ്ണം വെക്കാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരെ, നിങ്ങൾ എന്തൊരു ലക്കിയാണ്, നിങ്ങൾ എന്ത് കഴിച്ചാലും ദേഹത്ത് പിടിക്കാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് വണ്ണം വെക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരെ എന്ന് പറയുന്നവരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനോട് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിച്ച് വണ്ണം വെക്കാനാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇത്രയും നാളായി വർക്ക്ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഒരാളാണ്. അതല്ലെങ്കിൽ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ പ്രഗ്നന്റ് ആവണ ആ സമയത്ത് എനിക്കൊരു 42-43 കിലോ ഉണ്ടായിരുന്നു. ശരിക്കും 42 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഡെലിവറിയുടെ സമയത്ത് എനിക്ക് 60 കിലോ ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ഇതാട്ടോ നിന്നെ കാണാൻ ഭംഗി, ഇതാണ് നിനക്ക് രസമായിട്ടുള്ളത്, അപ്പൊ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ BMI ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ 60 കിലോ കുറച്ച് കൂടുതലായിരുന്നു, കുറച്ചധികം കൂടുതൽ തന്നെയായിരുന്നു. അത് മാത്രല്ല, എനിക്ക് എന്നെ കാണാൻ മറ്റൊരാളുടെ കണ്ണിൽ കാണാവുന്ന ഭംഗിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാം, എനിക്ക് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ടേസ്റ്റ് ഉള്ള സാധനമാണെങ്കിലും അൺഹെൽത്തി സാധനമാണെങ്കിലും എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ആണ്. എനിക്ക് അധികം കഴിക്കുന്നതിൽ ഒരു സന്തോഷം തോന്നാറില്ല. അപ്പൊ അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റെഗുലർ ആയിട്ട് കഴിക്കാം. കാരണം ഞാൻ എക്സ്ക്ലൂസീവ്ലി എന്നുവെച്ചാൽ പാല് മാത്രമേ 6 മാസം ഇമ്മക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫുഡ് വേണം എന്തായാലും. പാല് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവരും നല്ല വിശപ്പില്ല. അപ്പൊ ഞാൻ 5 നേരം ഫുഡ് കഴിക്കുമായിരുന്നു, പക്ഷെ എല്ലാം ഹെൽത്തി ആയിട്ട്. പിന്നെ ഷുഗർ കഴിക്കില്ലായിരുന്നു. അപ്പൊ ഈ 21 ദിവസത്തെ ചാലഞ്ചിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഷുഗർ ഇൻടേക്ക് ഉണ്ടായിരുന്നില്ല. യൂഷ്വലി ഷുഗർ കഴിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താന്ന് ചെയ്യാം, നമ്മൾ ചായ, പാല്, കാപ്പി, പാലിലാണെങ്കിൽ പഞ്ചസാര ഇടില്ല, അങ്ങനെയൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെഡ്, ടു മച്ച് കാർബ്സ്, അങ്ങനത്തെ എല്ലാം ഒഴിവാക്കണം. പക്ഷെ അതെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആണെങ്കിലും ഈവൻ ഇപ്പോഴാണെങ്കിലും ബ്രെഡൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ ഞാൻ ഈ കേക്ക്, ഐസ്ക്രീം, അങ്ങനത്തെ ഷുഗർ, പഞ്ചസാരയുള്ള അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ 21 ഡേയ്സ് ഓഫ് ചാലഞ്ചിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാം,
പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. 5 നേരം, എനിക്ക് 5 നേരം, 5 to 6 നേരം കഴിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു കുഞ്ഞു മീൽസ് 5 to 6 നേരം കഴിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഈ 21 ദിവസത്തിൽ എനിക്ക് വലിയ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തിരുന്നത്. കാരണം ഞാൻ 3 നേരം കഴിക്കുള്ളായിരുന്നു. അതിന്റെ ഇടയിലൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നുവെച്ചാൽ അത്രയും സമയവും പോവാണ്. നമ്മൾ വർക്കിന്റെ ഇടയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര പാടല്ലേ. അപ്പൊ എന്റെ ട്രെയിനർ പറഞ്ഞു അത് പറ്റില്ല, എന്തായാലും 5 നേരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഇടയ്ക്ക് ബ്രേക്ക് ആവുമെന്ന്. കാരണം നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഗോവയില്, 5 ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് കുട്ടിയുടെ സർജറിക്ക് മുന്നുള്ള ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഷൂട്ടിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ. അതെ, അപ്പോ അങ്ങനെയൊക്കെയുള്ള തിക്കും തിരക്കും ബഹളത്തിൽ ബ്രേക്ക് ആവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ബ്രേക്ക് ആയില്ല. അതാണ് ഗുണം. എന്ന് വെച്ചാൽ മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതും കൊണ്ടും കൂടിയാവാം. അപ്പൊ എന്റെ അടുത്ത് എന്റെ ട്രെയിനറുടെ പേര് ഹരീഷ് എന്നാട്ടോ. അപ്പൊ ആള് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും വീഡിയോ ഇടൂ, അതും അന്നത്തെ ദിവസം അന്നന്ന് രാത്രി തന്നെ ഇടണം. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ എല്ലാം എടുത്തു വെക്കാം, എന്നിട്ട് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. അപ്പൊ ആള് പറഞ്ഞാൽ അത് പറ്റില്ല, അങ്ങനെയാകുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഇത് ത്വര കൂടും, അത് വേണ്ട, റെഗുലർ ആയിട്ട് ചെയ്യാ അത് ഇടുക എന്നുള്ളതാണ്. അന്നത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആദ്യം ഞാനിങ്ങനെ അയ്യോ ഇല്ല എനിക്ക് പറ്റുണ്ടാവില്ല പക്ഷെ ഹരീഷ് പറഞ്ഞു ഇല്ല അത് നല്ല കണ്ടന്റ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ഞാനതിൽ വീണു. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണു. നമ്മൾ യൂട്യൂബേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് നമുക്ക് കണ്ടന്റിലേക്കാണല്ലോ കണ്ടുപോകണം. അപ്പൊ ഞാൻ വെച്ചാൽ ഓക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും, എനിക്കും വളരെ മോട്ടിവേറ്റിംഗ് ആണ്, കാണുന്നവർക്കും അതൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം വണ്ണം കുറവുള്ള എല്ലാവരുടെ അടുത്തും റാൻഡം ആയിട്ട് ആളുകൾ പറയുന്ന കാര്യമാണ് രാവിലെ എനിക്ക് ഒരു ലഡു കഴിച്ചാൽ മതി, ജിലേബി കഴിച്ചാൽ മതി, എന്തൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വണ്ണം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളതല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഡേ ടു ഡേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ചട്ടപ്പെട്ടത് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് 3-4 നില കയറാനായിട്ട് ലിഫ്റ്റ് ഇല്ലാണ്ട് കയറേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കയറാൻ പറ്റണം. 3-4 പെട്ടിയൊക്കെ ഒരുമിച്ച് നമുക്ക് എടുക്കേണ്ട ആവശ്യം വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റണം. അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് വളരെ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അസുഖമൊന്നും ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് മതി കേട്ടോ. അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ വണ്ണം കുറഞ്ഞിരിക്കണം ഇതാക്കണം എന്നൊന്നുമില്ല. പിന്നെ എനിക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് നെക്ക് പെയിൻ ആയിരുന്നു, വളരെ കൂടുതലായിരുന്നു. ഈ കഴുത്ത് വേദന കൂടി 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 ഇവിടെ ഇങ്ങനെ റേഡിയേഷൻ പെയിൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ മൊത്തം ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെയുള്ള വേദന ഉണ്ടാവും. ഞാൻ മുന്നേ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ വേദന വന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ രാത്രി കിടന്ന് കരയുമായിരുന്നു, അങ്ങനെ എനിക്ക് വേദന വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂർ വന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു 6-7 ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലാസ്റ്റ് ആണ് എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മരുന്നിന്റെ ഫിസിയോതെറാപ്പിയുടെ ആവശ്യമില്ല, നിങ്ങളുടെ മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ്, ഗോ ടു ജിം, അതല്ലെങ്കിൽ യോഗ ചെയ്യൂ, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മസിൽസിനെ സ്ട്രെങ്തൻ ആക്കൂ, ഫുഡ് നേരെ കഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓഹോ, അപ്പൊ എന്റെ മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ്. എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പക്ഷെ എനിക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് എന്റെ വയറ് മാത്രം കുറയുന്നുണ്ടായിരുന്നില്ല, ഫുഡൊക്കെ ശ്രദ്ധിച്ചിട്ടും വയറ് മാത്രം കുറയുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഡയാസിസ് റെക്ടൈ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ബേബി വയറിൽ വലുതാവും തോറും ഈ മസിൽസ് ഇങ്ങനെ 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 അടർന്നു വരും. എന്നിട്ട് ഈ നമ്മുടെ ബേബി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മസിൽസ് കൂടേണ്ടതാണ്. പക്ഷെ നമ്മുടെ മസിൽസ് വീക്ക് ആയിട്ടായിരിക്കണേന്ന് വെച്ചാൽ തിരിച്ചു കൂടില്ല. ഈ പ്രസവം കഴിഞ്ഞാൽ കുറെ സ്ത്രീകൾക്ക് പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ മസിൽസ് സ്ട്രോങ് ആയിരുന്നെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയി ഒട്ടിയിരുന്നേനെ. അപ്പൊ എനിക്കിപ്പോൾ ഉള്ള വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാറ്റ് അല്ല, ഡയാസിസ് റെക്ടൈ കാരണം ഇങ്ങനെ അടർന്നിരിക്കുന്നതാണ്. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ മലർന്ന് കളഞ്ഞിട്ട് കുറച്ച് പൊങ്ങിയിട്ട് ഇങ്ങനെ ഫിംഗേഴ്സ് ഇട്ട് നോക്കുക. അപ്പൊ നോക്കുക എത്ര ഫിംഗർ ഗ്യാപ്പ് ഉണ്ട്, 1 ഫിംഗർ ഗ്യാപ്പ് ആണോ, 2 ഫിംഗർ ഗ്യാപ്പ് ആണോ, 3 ഫിംഗർ ഗ്യാപ്പ് ആണോ, ചിലരുടെ ഒരു കൈ മൊത്തം ഇതിനകത്തേക്കും നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാന്നുള്ളത്. എനിക്ക് ആദ്യം അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നു. ആ സമയത്ത് എനിക്ക് 2 ഫിംഗർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇതിനായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിപ്പോ 1 ഫിംഗർ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ, ഒറ്റ ഫിംഗർ ഗ്യാപ്പേ ഉള്ളൂ. സ്റ്റിൽ എനിക്ക് വയറ് തോന്നുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ ഇതൊക്കെ നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബെറ്റർ ആവും എന്നുള്ളതാണ്. അപ്പൊ ഈ 21 ഡേയ്സ് ഓഫ് ചാലഞ്ചിലൂടെ എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഡയാസിസ് റെക്ടൈലൊന്നും നമുക്ക് 21 ദിവസം കൊണ്ട് ഒരു മാറ്റവും വരില്ല. ഫസ്റ്റ് ഞാൻ ഇത് പറയാം കേട്ടോ, എന്താ മാറ്റം വന്നേന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്റെ BMI ഇൻഡെക്സ് ശരിയായി എന്നുള്ളതാണ്. ആദ്യം 43.7 ആയിരുന്നു, അതിൽ നിന്ന് 45.1. അപ്പൊ ഞാൻ BMI ഇൻഡെക്സ് എന്റെ നോർമൽ ആയി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ടോട്ടൽ ബോഡി വാട്ടർ
വെള്ളത്തിന്റെ അളവ് അത് 24.5 ആയിരുന്നു, അത് 25.3 എഗെയിൻ അത് നോർമലിലേക്ക് എത്തി. പ്രോട്ടീൻ 6.9 ആയി, അത് കൂടി. മിനറൽസ് കൂടി, ബോഡി ഫാറ്റ് ഇൻഡെക്സ്, ബോഡി ഫാറ്റ് മാസ് കൂടി, പിന്നെ വെയിറ്റും കൂടി. എനിക്ക് ഇടയിൽ ഈ ബോഡി ഫാറ്റ് മാസ് ഇടയിൽ, അതായത് ഈ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ, എന്താണ് ഗോവയിൽ പോയിട്ട് വന്നിട്ട് ഒരു തവണ നോക്കിയപ്പോ അത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ എന്റെ ട്രെയിനർ എന്നോട് പറഞ്ഞു, പുറത്തു പോയി വാരി വലിച്ച് തിന്നല്ലേ, അങ്ങനെയല്ല, നമ്മൾ ഡയറ്റ് കറക്റ്റ് ശ്രദ്ധിച്ച് പുറത്തു പോയി കഴിക്കുകയാണെങ്കിലും പ്രോട്ടീൻ, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ഈവൻ ചിക്കൻ ആണെങ്കിൽ പോലും മാക്സിമം ഇങ്ങനെ എണ്ണയിലും ഒരുപാട് കറി ആക്കിയിട്ടുള്ള ഭയങ്കര മസാലകളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാൻ. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ബോഡി മാസ് ഇൻഡെക്സ് അങ്ങനെ പിന്നെ അത് കൺട്രോളിൽ വന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞാൻ പോണ ജിമ്മിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് കൂട്ടണ്ടേ എവിടെയാണ് കുറയ്ക്കണ്ടേ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പിന്നെ ആദ്യമേ മുതൽക്ക് ഇത് തന്നെയായിരുന്നു കേട്ടോ, എത്ര വെയിറ്റ് കൂട്ടണം. അപ്പൊ എന്റെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 49.5 ആക്കാനാണ് പറയണത്. ടാർഗറ്റ് വെയിറ്റ് അത്രയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവണമെന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതിൽ ഭയങ്കര കംഫർട്ടബിൾ. അത് മാത്രമല്ല ഡ്രസ്സ് എല്ലാം കറക്റ്റ് ഇപ്പൊ ഫിറ്റ് ആയിട്ടായിരിക്കണം. 43 to 45, 46 വരെ ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് പോയി എന്റെ ഡ്രസ്സ് എനിക്കറിയില്ല പാകാവോ എന്നുള്ളത്. നോക്കി നോക്കാം നമുക്ക്. എനിക്ക് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു 5 നേരം ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു പോർഷൻസിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഈ 21 ദിവസത്തിന്റെ ചാലഞ്ചിൽ എനിക്ക് ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ദിവസം ഒരു 3 നേരം ഫുഡ് കഴിക്കുക, അതല്ലെങ്കിൽ ഷൂട്ടിന് പോണ സമയത്ത് ഒന്നുമേ കഴിക്കാണ്ടിരിക്കുക, ഷൂട്ട് കഴിയണ വരെ വൈകിട്ട് വരെ അന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിക്കില്ല. പക്ഷെ ഇനിയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. എന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നതിനൊന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ എന്റെ നെക്ക് പെയിൻ കംപ്ലീറ്റ്ലി മാറി. എനിക്ക് കഴുത്തുണ്ട് ഇത്ര തിരിക്കാൻ പറ്റും, അതല്ലെങ്കിൽ എനിക്ക് ഇത്രയും തിരിക്കാൻ പറ്റുള്ളായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഒരു 5-6 മാസം ഒരു വർക്കൗട്ടും ഒന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് എന്റെ വെയിറ്റും കുറഞ്ഞ് ഞാൻ ആകെ എന്നുവെച്ചാൽ എനിക്ക് ഫിസിക്കലി ഞാൻ വീക്കായിപ്പോയി. അപ്പൊ അതൊക്കെ എനിക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഡയാസിസ് റെക്ടൈൻ്റെ ഒരു കുറച്ച് ബെറ്റർമെന്റ് ഉണ്ട് വയറിന്റെ കാര്യത്തിൽ. പിന്നെ എനിക്ക് മസിൽ കട്ടോ മസിൽ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കുണ്ടല്ലോ 30 കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മസിൽ മാസ് കുറഞ്ഞു വരും. അത് നല്ലതല്ല കേട്ടോ. കാരണം പ്രായം കുറച്ചാകുമ്പോഴേക്കും, അത് വല്ലാണ്ട് പ്രായം ആവേണ്ട ആവശ്യമൊന്നുമില്ല, പ്രായം ആവണേക്കാട്ടിന് മുന്നേ തന്നെ നമുക്ക് ഈ തണ്ടിലെ വേദന, കാല്, കൈ, അവിടെ ഒക്കെ വേദന, മേല് മുഴുവൻ വേദനിക്കാന്നൊക്കെ പറയില്ലേ, അതൊക്കെ അതാണ് കാരണം. നമ്മുടെ അടുത്ത് ഇങ്ങനെ ചിലരിങ്ങനെ പറയണോ, നമ്മുടെയൊക്കെ അമ്മമാര് ജിമ്മിലും യോഗ ചെയ്തിട്ടൊക്കെ അല്ലല്ലോ, വീട്ടിലെ പണിയെടുത്തിട്ട് അവര് ശരീരം നോക്കി എന്ന് പറയും. അതിന്റെ ഒന്നല്ല, അതിന്റെയാണ് നമ്മുടെ അമ്മമാരൊക്കെ പലരും ലൈക്ക് ആ ഒരു പ്രായം ആവണേക്കാട്ടിലും മുന്നേ തന്നെ അവർക്ക് ഭയങ്കര മേലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. വീട്ടിലെ പണിയെടുക്കുന്നത് ഡിഫറെന്റ് ആണ്, നമ്മുടെ ബോഡി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. നമ്മുടെ ശരീരവേദന മാറാൻ വേണ്ടി, അതായത് കഴുത്ത് വേദന, അങ്ങനെ നടുവേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാറില്ല നമ്മൾ വീട്ടുപണി എടുത്തു കഴിഞ്ഞാൽ. അതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. നമ്മൾ എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ജിമ്മാണോ യോഗയാണോ അതെന്താ വേണ്ടേ കറക്റ്റ് നോക്കി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ചിലർക്ക് നമ്മുടെ ബോഡി ഏത് തരത്തിൽ വേണമെന്നുണ്ടാവും. ചിലർക്ക് നല്ല ടോൺഡ് ആയിട്ട് നല്ല ഫിറ്റ് ആയിട്ട് വേണമെന്നുണ്ടാവും. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് നല്ലതാ അത്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഇറ്റ് ഫീൽസ് ഗുഡ്. ഇത്ര 21 ദിവസം കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടി ഐസ്ക്രീം കഴിച്ചപ്പോൾ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. അത് എനിക്ക് ഒരു സ്പൂണേയും കഴിച്ചത് എനിക്ക് അങ്ങനെ കഴിക്കണമെന്നേ തോന്നിയില്ല. എനിക്ക് അത് സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ പൊതുവേ ഞാൻ ഷുഗർ കഴിക്കാറില്ല, കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ വല്ലപ്പോഴും ഒരു ഐസ്ക്രീമോ വല്ലപ്പോഴും അങ്ങനത്തെ ഒക്കെ മാത്രമല്ല. അതും എനിക്ക് ഒഴിവാക്കാൻ പറ്റി, എനിക്ക് സന്തോഷമില്ല, എനിക്ക് അതിഷ്ടം. പിന്നെ എനിക്ക് ഇഷ്ടം ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ചോറും കൂട്ടാനും ഉപ്പേരി, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഞാൻ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചീറ്റ് ഡേ പോലെ 21 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിച്ചായിരുന്നു. ഇനി പോയി നോക്കണം എന്തായി എന്നുള്ളത് ഇതിന്റെ അവസ്ഥ. അപ്പൊ അതാണ് ഞാൻ 21 days of challenge എന്ന് അച്ചീവ് ചെയ്തൊരു സാധനം. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും
ട്രൈ ചെയ്ത് നോക്കൂ. 75 ദിവസം പറ്റിയില്ലെങ്കിലും ഇതുവരെ അങ്ങനത്തെ ഒരു ചാലഞ്ച് എടുക്കാത്ത ഒരാളാണെങ്കിൽ 75 എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ, ഒരു ഹാബിറ്റ് ആവാനായിട്ട് 75 ദിവസം വേണമെന്നാ പറയണേ. അത്രയും പറ്റിയില്ലെങ്കിൽ ഒരു 21 ദിവസത്തെ ചലഞ്ച് ആയിട്ട് എടുത്തു നോക്കൂ. അത് പറ്റിച്ചാൽ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. കുട്ടി കുട്ടി വീഡിയോസ് എടുത്തിട്ട് ആ ഇൻഷോട്ടിലെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ മതി. ഇൻഷോട്ട് പൈസ കൊടുത്ത് മേടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മളോട് തന്നെ നല്ല സ്നേഹം തോന്നും. നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല കേട്ടോ. ഇത് എന്താ വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത് ചെയ്യണ കാണുമ്പോൾ സ്ത്രീകൾ തന്നെ ചിലപ്പോൾ പറയും ഇങ്ങനെ പുറത്തു പോയിട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യം, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. ഒരു പ്രശ്നമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്ന ഒരാളെ പോയി കുറ്റം പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. എസ്പെഷ്യലി അത് വണ്ണുള്ള ആളാണെങ്കിൽ ശരി, വണ്ണം കുറവുള്ള ആളാണെങ്കിൽ ശരി, അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളായിട്ട് പോയി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ പ്ലീസ് ഡു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ട് അങ്ങനെ ഒരിക്കലും വിഷമം വിചാരിക്കുക. അത് വണ്ണം കുറവുള്ള ആളാണെങ്കിലും ശരി, വണ്ണം കൂടുതലുള്ള ആളാണെങ്കിലും ശരി, അപ്പൊ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് ബെയർ മിനിമം ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് വയ്യാണ്ടായി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് ചുറ്റിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ശരീരം നോക്കി ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമുക്കും വളരെ നല്ല കാര്യമാണ്, നമ്മുടെ ചുറ്റിലുള്ളവർക്ക് വളരെ നല്ല കാര്യം. നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് എല്ലാവരെയും നോക്കും അല്ലെ. ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ബോഡി അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാട്ടോ. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടില്ല, മെന്റലി എനിക്ക് വളരെ ഐ ഫെൽറ്റ് ഗുഡ്. ഈ വർഷം എനിക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് മെയിൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്, എനിക്ക് പേഴ്സണൽ ട്രെയിനർ ഉണ്ടോ, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ലേ? അതെ, പേഴ്സണൽ ട്രെയിനറിനെ എടുക്കുക എന്ന് പറയുന്നത് ഷിറ്റ് എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഭയങ്കര കഴുത്ത് വേദന ഉണ്ടായിരുന്നു, എന്റെ മസിൽസ് വളരെ വീക്കാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബോഡി പെയിൻ ഒക്കെ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാനത് ഫ്യൂച്ചറിലേക്ക് എനിക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പിന്നെ ഡോക്ടറെ കാണാൻ ഇതിന്റെ ഫീസ് അതിന് വേണ്ടി നടക്കുന്ന സമയം, എന്റെ മെന്റൽ ഹെൽത്ത്, അതിനെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും നല്ലത് ഞാൻ എന്റെ പേഴ്സണൽ ട്രെയിനറിനെ എടുത്ത് ആ ഒരു പൈസ എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള. പേഴ്സണൽ ട്രെയിനറിന് ഞാൻ ആഴ്ചയിൽ 3 ദിവസത്തെ ആണ് കേട്ടോ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാസം 4000 ആണ് വരുന്നത്. അത് 3 മാസത്തെ എന്തോ എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാണ്ട് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ജിമ്മിൽ വന്ന് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അതെടുത്താൽ മതിയാവും. അതൊരു വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ 13,000 ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറൌണ്ട് 1000 സംതിങ് അല്ലേ വരണത് ഒരു മാസത്തേക്ക്. അപ്പൊ നമുക്ക് വന്ന് കാർഡിയോ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് തനിയെ ചെയ്യാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അവിടെ ജനറൽ ട്രെയിനേഴ്സ് ഉണ്ടാവും, അവര് തെറ്റുണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് പേഴ്സണൽ ട്രെയിനർ വേണമെന്നുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് ഇങ്ങനെ ഓർമ്മ നിൽക്കാൻ ഭയങ്കര പാടാണ്. ഇത്ര കാലം ആയിട്ടും ഞാൻ ഇപ്പൊ ലെഗ് ആണെങ്കിലും ചെസ്റ്റ്, ബാക്ക്, ബൈസെപ്സ്, ട്രൈസെപ്സ്, ഇത് എന്താണെങ്കിലും ഇതിനു വേണ്ടി ഇന്ന എക്സസൈസുകളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓർമ്മ എനിക്കില്ല. അപ്പൊ ഗോവയിലായിരുന്നെങ്കിലും അവിടെ സാർ ഉണ്ടായിരുന്നു, സാർ എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നു. അത് പേഴ്സണൽ ട്രെയിനർ ആയിരുന്നില്ല, പക്ഷെ നമ്മള് കോളേജിനകത്തുള്ള ജിം ആയതുകൊണ്ട് കുട്ടികളും ഫാക്കൽറ്റീസും മാത്രമേ വരുള്ളൂ അവിടെ. അപ്പൊ അവിടുത്തെ സാറിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ജനറൽ ട്രെയിനറിന്റെ കീഴിൽ അങ്ങനെ ഇതായ സെറ്റ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് മാത്രല്ല, അതിനുവേണ്ടി പഠിച്ച് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്പേസും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോ പേഴ്സണൽ ട്രെയിനറിനെ ഞാൻ എടുക്കും എന്നുള്ളത്. എനിക്കത് 101% വർത്ത് ആയിട്ടാ തോന്നുന്നത്. അത് നമ്മൾ തീരുമാനിക്കുക വേണോ വേണ്ടയോ എന്നുള്ളത്. ഇനി ഇതൊന്നും വേണമെന്നില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നോക്കിയിട്ട് ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഡാൻസ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിൽ, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യോഗയുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അത്ര സമയമില്ലാത്തവരാണ്, എസ്പെഷ്യലി ജോലിക്ക് പോകുന്നവരും വീട് ഹാൻഡിൽ ചെയ്യുന്നവരും, അവരൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര സമയം കിട്ടില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ പേഴ്സണൽ ട്രെയിനറിനെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്ന് ഞാൻ പറയും കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, അല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പാവുകയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതെല്ലാം നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യാൻ നിവൃത്തിയില്ല എന്നാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഇസ് എവറിത്തിങ്. നമുക്ക് ഇന്റർനെറ്റിലൂടെ എല്ലാം പഠിക്കാവുന്നതാണ്. ഞാൻ തുന്നൽ പഠിച്ചിട്ടുള്ളത്, യൂട്യൂബിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളത്, എഡിറ്റിംഗ് പഠിച്ചിട്ടുള്ളത്, ഷൂട്ട് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്, ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്, ഒരു സ്റ്റുഡിയോ ബിൽഡ് ചെയ്യാൻ, അങ്ങനെ എല്ലാം ഞാൻ
ഞാൻ ഈ യൂട്യൂബ് നോക്കിയിട്ട് ഇന്റർനെറ്റ് നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നെറ്റ് വഴി പഠിക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവള് ഡ്രൈവിംഗ് പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ്. അത് പക്ഷേ ഞാൻ പിന്നെ അവളോട് ചോദിച്ചത്, നീ തള്ളിയതാണോ? അങ്ങനെ ചോദിച്ചു. അല്ലടി, ഞാൻ ബേസിക്സ് എല്ലാം ഇതിൽ നിന്നാണ് പഠിച്ചേ. പക്ഷെ ഓക്കെ ഫൈൻ, അപ്പൊ അതുവരെ ആൾക്കാർ നോക്കണം. പക്ഷെ അങ്ങനെയില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് എക്സസൈസ് ഒക്കെ നമുക്ക് യൂട്യൂബൊക്കെ നോക്കി ചെയ്യാവുന്നതാണ്. പിന്നെ ഡയറ്റിന്റെ കാര്യം വരുമ്പോഴാണ് കേട്ടോ, ഡയറ്റ് ശരിയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി നമ്മൾ പ്രോട്ടീന്റെ കാര്യം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ബിൽഡേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്നുമല്ല കേട്ടോ. പ്രോട്ടീൻ ടേക്കിന്റെ കാര്യം നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ദിവസം ഒരു 2 അല്ല കേട്ടോ, 4 മുട്ട കഴിക്കാൻ പറഞ്ഞാൽ. കാരണം എനിക്ക് തോന്നുന്നു ഒരു മുട്ടയിൽ നിന്ന് നമുക്ക് 6 ഗ്രാം എന്തോല്ലേ പ്രോട്ടീൻ കിട്ടുക. അപ്പൊ നമ്മുടെ എന്റെ ഇവിടെ ഇല്ല. അപ്പൊ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ്. നമ്മുടെ 1 കിലോയ്ക്ക് 1 പോയിന്റ് സംതിങ് പ്രോട്ടീൻ വേണം. അപ്പോ നമുക്കിപ്പോ 40 kg ആണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാനേ ഇന്റർനെറ്റ് നോക്കി പറഞ്ഞുതരാം. 45 കിലോ ഉള്ള ആളാണെങ്കിൽ ഇതിൽ 2 തരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. 0.8 grams ഓഫ് പ്രോട്ടീൻ അങ്ങനെയാണ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ 36 ഗ്രാമും, അതല്ലെങ്കിൽ 1.2. അപ്പൊ എനിക്ക് തോന്നുന്നു വെയിറ്റ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 1.2 grams 1 കിലോയ്ക്ക് വെച്ചിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ 54 ഗ്രാം പ്രോട്ടീൻ വേണ്ടി വരും. അയ്യോ, 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടയിൽ തന്നെ എത്ര പ്രോട്ടീൻ ഉണ്ട്? 6 ഗ്രാമല്ലേ ഉള്ളൂ. അങ്ങനെയാകുമ്പോ എത്ര മുട്ട കഴിക്കണം? അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ചധികം മുട്ട കഴിക്കേണ്ടി വരും. മുട്ട മാത്രമല്ല, വേറെയും പ്രോട്ടീൻ്റെ മീറ്റും അതുപോലെ തന്നെ ഗ്രീക്ക് യോഗട്ട് നല്ലതാട്ടോ. ഞാൻ പ്രോട്ടീനിന് വേണ്ടി എടുത്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മുട്ടയും ഗ്രീക്ക് യോഗട്ടും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ. എന്നോട് 4 മുട്ട കഴിക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് അത്രയും കഴിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു മാക്സിമം 3 മുട്ട ഒരു ദിവസം, 2 മുട്ട എന്തായാലും കഴിക്കട്ടോ ഡെയിലി. അതുപോലെ തന്നെ ഗ്രീക്ക് യോഗട്ട് മിക്ക ദിവസവും കഴിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കും. അപ്പൊ അതൊക്കെ ഇത്തിരി മെയിൻ ആയിട്ട് ഇപ്പൊ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ മുട്ടയും ഗ്രീക്ക് യോഗട്ടും. പിന്നെ പഴമൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാമല്ലോ. അത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇനിയിപ്പോ ഈ വെയിറ്റിന്റെ കാര്യവും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന കാര്യം അതൊക്കെ വിട്ടുകൊള്ളാം. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമായിട്ടും അതേപോലെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ബോഡിക്ക് വേണ്ടി കുറച്ച് സമയം കൊടുത്ത് നമ്മളതിനെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളങ്ങനെ ഇങ്ങനെ പീഡിപ്പിക്കുകയാണല്ലോ നമ്മുടെ ശരീരത്തിന്. നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്നു, ഫുൾ ടൈം ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യണേ, രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കുകയല്ലേ. ലഞ്ച് ബ്രേക്കിനൊക്കെ ഒന്ന് എണീക്കണു നടക്കണു എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ലല്ലോ പക്ഷെ നമ്മൾ നമ്മുടെ ബോഡീനെ ട്രീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെതായ വേണ്ട കെയർ കൊടുക്കുക. എസ്പെഷ്യലി സ്ത്രീകൾ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ പറയാണ്, സെൽഫ് കെയർ എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് അല്ല. അത് നമ്മൾക്കായിട്ട് ചെയ്യുന്ന ഒരു ബെയർ മിനിമം ആണ്. അത് നമ്മളെ ഹാപ്പി ആക്കും. ഡെഫിനറ്റ്ലി ആ ഹാപ്പിനെസ് നമുക്ക് മറ്റുള്ളവരിലേക്കും കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മറ്റുള്ളവർ പറയണതൊന്നും ശ്രദ്ധിക്കേണ്ട. ആളുകൾ പലതും പറയും, അതൊന്നും ശ്രദ്ധിക്കേണ്ട. ഞാൻ ഈ ഷോർട്സ് ഇട്ട സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനിതിട്ട് എത്ര കണ്ടും അത് കൺവേ ആവും. കാരണം യൂഷ്വലി നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രതീക്ഷിച്ചിട്ടാണ്. വണ്ണുള്ള ഒരാള് വണ്ണം കുറയ്ക്കുക എന്നുള്ള രീതി. അപ്പൊ ഞാനത് ചെയ്ത എത്ര കണ്ടും ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹെയ്റ്റും കാര്യങ്ങളും ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ഹെയ്റ്റ് തന്നെ പറയൂട്ടോ. കാരണം അമ്മ ബോഡി ഷേമിങ് കോമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. കുറെ പേർക്ക് മനസ്സിലായി എന്താന്നുള്ളത്. ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ചലഞ്ചിലൂടെ അതുപോലെ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട്. അത് നമ്മളെ ഒരുപാട് ഹാപ്പി ആക്കും. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഷോർട്സ് വീഡിയോ വാട്ട് ഈറ്റിംഗ് ഡേ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണേ. എനിക്കത് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാന്നുണ്ട് എപ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ആകുമ്പോൾ അത് അശ്രീ ബ്ലോഗ്സിലായിരിക്കും കേട്ടോ നമ്മൾ ഇടുണ്ടാവുക. അപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ലവ് യു ഓൾ സോ മച്ച്. ബൈ.